ഹലോ ഡിയേഴ്സ്, ഇന്നൊരു യാത്രയാണ്. ഒരു കാക്ക യാത്ര. കാസർഗോഡ് നിന്നും കാശ്മീരിലേക്കുള്ളൊരു യാത്ര. ഈ യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. 2024 സെപ്റ്റംബറിൽ ഞങ്ങൾ കുറച്ച് അധ്യാപകരും കുറച്ച് കുട്ടികളും കൂടെ കാശ്മീരിലുള്ള ഒരു അധ്യാപകൻ്റെ കല്യാണത്തിന് പോകുന്ന യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 4:30 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 3 ദിവസം ട്രെയിൻ യാത്രയുണ്ട്. എല്ലാവരും അടുത്തടുത്തായിരുന്നില്ല. സോ ഓരോ വ്യക്തികളെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഇതാണ് ഡോക്ടർ ജീന ആൻഡ് ഡോക്ടർ ജ്യോതി, ഞങ്ങളുടെ കോളേജിലെ ഹിന്ദി ടീച്ചറും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും. ദിവസം 3 നേരം എന്ന് പറഞ്ഞ പോലെ ഓരോ മണിക്കൂറിലും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്ന ചങ്ക് ഫ്രണ്ട്സ്. അത് റഷീഖ് സാറാണ്, റഷീഖ് സാറിൻ്റെ വൈഫാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്ര നല്ല രസമായിരുന്നു. ഞാനുണ്ട്, മഞ്ജു മാം ഉണ്ട്. മഞ്ജു മാം മലയാളി അധ്യാപികയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയെ ഏറ്റവും മനോഹരമാക്കിയതും ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവരെന്തിനാ ചിരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോ മണിക്കൂറിലും ചിരിക്കും, ഓരോ മണിക്കൂറിലും ഭക്ഷണം കഴിക്കും. ഇത് തന്നെയായിരുന്നു ഇവരുടെ പരിപാടി. ഇന്നിനി പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് രാത്രിയിൽ കിടന്നുറങ്ങി. കാരണം ഇനി നമ്മൾ പോകുന്നത് കൊങ്കൺ റൂട്ടിലാണ്. കാണാൻ വലിയ കാഴ്ചകളൊന്നുമില്ല, ഇരുട്ടുമാണ്. എന്നാലും ഈ 2 ചക്ക് ഫ്രണ്ട്സും ഉറങ്ങിയത് എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല. രാത്രിയിൽ എവിടെയോ ട്രെയിൻ നിർത്തിയപ്പോഴാണ് ഞാൻ ഉറക്കം തെളിഞ്ഞത്. അപ്പോഴെല്ലാവരും പുറത്തിറങ്ങി സ്റ്റേഷനിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല. ഓഗസ്റ്റ് 12 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഡേ. എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലെ കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആൻഡ് ജാം വെച്ചിട്ടാണ് ഞങ്ങളുടെ ദിവസം തുടങ്ങിയത്. ജനലിലൂടെയുള്ള കാഴ്ച അടിപൊളിയായിരുന്നു. നല്ല പാടങ്ങളും കൃഷികളും ഒക്കെയായിരുന്നു. പതിവ് പോലെ ജീനമാമൻ ജ്യോതിമാമൻ ഉള്ളതുകൊണ്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, ചിരിക്കുക. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. പോകുന്നതൊരു കല്യാണത്തിനായതുകൊണ്ട് ഞങ്ങളുടെ സ്കിൻ കെയർ ഒരിക്കലും വിട്ട് കളഞ്ഞില്ല. ട്രെയിൻ യാത്ര എല്ലാവരുടെയും സ്കിന്ന് ഡള്ളാക്കിയിരുന്നു. സോ എല്ലാവരും സുന്ദരികളായിരിക്കാൻ വേണ്ടി ഓഞ്ഞ ലുക്കിലാണെങ്കിൽ പോലും മേക്കപ്പിന് ഒരു കുറവും വരുത്തിയില്ല. ഈ മേക്കപ്പൊക്കെ പാളിപ്പോകുന്നുണ്ട്. അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഉച്ചയ്ക്ക് ഞങ്ങളൊരു നാടൻ ഊണ് വാങ്ങി. പക്ഷെ വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. കേരള സ്റ്റൈൽ ഊണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലും ഭേദം ബ്രെഡ് ആൻഡ് ജാമാന്ന് തോന്നിപ്പോയി. എങ്കിലും പോകുന്ന വഴിക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഐറ്റങ്ങൾ വാങ്ങി തിന്നാൻ ഞങ്ങൾ മറന്നില്ല. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എല്ലാം എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എവിടെ പോയിന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ജീനാമ്മ വലിയൊരു കുപ്പി അച്ചാർ കൊണ്ടുവന്നതുകൊണ്ട് ബന്നിനും അച്ചാറിനും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. സോ എന്ത് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബന്നും അച്ചാറും ഇഷ്ടംപോലെ കഴിക്കാനുണ്ടായിരുന്നു. എന്താല്ലേ കോമ്പിനേഷൻ, ബൻ ആൻഡ് അച്ചാർ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹി ഭയങ്കര ഒരു പോഷ് സിറ്റി ആണെങ്കിൽ പോലും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച ഭയങ്കര സങ്കടം തരുന്നതാണ്. എത്രയൊക്കെ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിലും ഡൽഹിയിലെ സ്ലം ഏരിയാസ് കാണുമ്പോൾ കുറച്ച് സങ്കടവും കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡും തോന്നും. കാരണം നമ്മളൊക്കെ താമസിക്കുന്നത് ഇതിലും വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ കാഴ്ച എന്തായാലും കുറച്ച് സങ്കടം തരുന്നത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡൽഹിയിൽ നിന്ന് വടക്കോട്ട് പോയി. ട്രെയിൻ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല ലേറ്റായിരുന്നു. ഏകദേശം 8 മണിക്കൂറോളം ലേറ്റായി. ജനലിലൂടെയുള്ള കാഴ്ചകൾ മനോഹരമായിരുന്നെങ്കിലും ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് പോകാനായില്ല. അതിൻ്റെ ഒരു സങ്കടവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു.
അങ്ങനെ രാത്രി 9:15 ഞങ്ങൾ അമൃത്സർ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നത്. അടുത്ത ട്രെയിൻ ഞങ്ങൾക്ക് രാത്രി 11:30 അമൃത്സറിൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടാക്സി വിളിച്ച് ഓരോ പാർട്ടായിട്ട് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് യാത്രയായി. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് ചീപ്പ് റേറ്റിൽ പോവാന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. എല്ലാവരും ലഗേജ് എടുത്ത് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമായിരുന്നു. ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ ബാഗും ചെരുപ്പുകളൊക്കെ പ്രത്യേകം വെക്കാൻ സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. പേര് പോലെ തന്നെ ഗോൾഡൻ, നല്ല വൃത്തിയുള്ള തിളങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു അമ്പലമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. 750 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചേക്കുന്നത്. ഇത് സിഖ് മതവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 4 എൻട്രൻസ് ഉണ്ട്. നമുക്ക് 4 ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഏത് മതവിശ്വാസത്തിലുള്ളവർക്കും ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരാവുന്നതാണ്. ബട്ട് നമ്മുടെ തലയിൽ ഒരു ടവലും കെട്ടിയിരിക്കണം. നമ്മുടെ കാല് നല്ല നീറ്റുള്ളതായിരിക്കണം. അതായത് ബെയർ ഫുട്ടായിട്ടേ കയറാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നതും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. കൂടുതലും അവിടെ വോളണ്ടിയറിങ് ആണ്. അതായത് സിഖ് വിശ്വാസത്തിലുള്ള ആൾക്കാർ ഓരോ രീതികൾ ഓരോ സ്ഥലത്ത് വോളണ്ടിയർ ചെയ്യുകയാണ് ഇത്ര കാലത്തേക്ക്. അത് അവരുടെ വിശ്വാസപരമായ കാര്യമാണ്. പിന്നെ ഒരു സോഷ്യൽ സർവീസും കൂടിയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പറയേണ്ട സാധനം ഇവിടുത്തെ ലങ്കാറാണ്, പഞ്ചാബി ലങ്കാർ. ഇവിടെ ഒന്നും അധികം ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന ആർക്കും അവർ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ ഫുഡ് കൊടുക്കുന്ന രീതികളൊക്കെ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. നല്ല ഫുഡാണ്. പിന്നെ അവിടെ കണ്ടിന്യൂസ് കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ 11:30 ട്രെയിനിലേക്ക് യാത്രയായി.